പണ്ടൊരിക്കൽ ദുർവാസാവ് മഹർഷി ദേവലോകം സന്ദർശിച്ചു. ദേവേന്ദ്രനും ദേവന്മാരും മഹർഷിയെ പ്രീതിപ്പെടുത്തുവാൻ മത്സരിച്ചു. സന്തോഷവാനായ ദുർവാസാവ് മഹർഷി ഒരു ദിവ്യഹാരം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനു നൽകി. ഇന്ദ്രദേവൻ ആ മാല തൻ്റെ കഴുത്തിലണിയാനായി അത് തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വച്ചു. പൂക്കളുടെ വാസന മൂലം വണ്ടുകൾ വന്ന് മാലയിലിരുന്നു. വണ്ടുകളുടെ മൂളൽ ഐരാവതത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യം വന്ന ഐരാവതം ആ മാലയെടുത്ത് തൻ്റെ കാലിലിട്ട് ചവിട്ടി അരച്ചു. ഇതറിഞ്ഞ ദുർവാസാവ് മഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു. കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷി ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കട്ടെയെന്നും അവർ മരണമുള്ളവരായി മാറട്ടെയെന്നും ശപിച്ചു. അന്നുവരെ മരണമില്ലാതിരുന്ന ദേവന്മാർ ശാപം മൂലം ജരാനരകൾ ബാധിച്ച് മരണപ്പെടാൻ ആരംഭിച്ചു. ശക്തിക്ഷയം സംഭവിച്ച ദേവന്മാർ അസുരന്മാർ ദേവലോകം പിടിച്ചടക്കുമോ എന്ന് ഭയന്നു. അവർ ദുർവാസാവിനെ കണ്ട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. ദേവന്മാരുടെ അവസ്ഥ കണ്ട് ദുർവാസാവിൻ്റെ മനസ്സലിഞ്ഞു. പാലാഴി കടഞ്ഞ് ലഭിക്കുന്ന അമൃത് സേവിച്ചാൽ ജരാനരകൾ ബാധിക്കില്ലെന്ന് ശാപപരിഹാരം നിർദ്ദേശിച്ചു. അങ്ങനെ മന്ധരപർവ്വതത്തെ കടക്കോലാക്കിയും വാസുകി നാഗത്തെ കയറാക്കിയും പാലാഴി കടയാൻ തീരുമാനിച്ചു. ജരാനരകൾ ബാധിച്ച ദേവന്മാർ ദുർബലരായിരുന്നു. അവർക്ക് പാലാഴി മഥനം സാധ്യമായിരുന്നില്ല. തങ്ങളുടെ നിത്യശത്രുക്കളായ അസുരന്മാരെയും കൂട്ടി പാലാഴി മഥനം ആരംഭിച്ചു. വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം കടലിലേക്ക് താഴ്ന്നു പോവാൻ തുടങ്ങി. ഇത് കണ്ട മഹാവിഷ്ണു കൂർമ്മരൂപം സ്വീകരിച്ച് കടലിനടിയിലേക്ക് പോയി പർവ്വതത്തെ താങ്ങി നിർത്തി. പാലാഴി മഥനം തുടർന്നു. ഇന്ദ്രധനുസ്, പാരിജാതം, കാമധേനു, ദേവദാരു വൃക്ഷം എന്നിങ്ങനെ അത്യപൂർവങ്ങളായ പല വസ്തുക്കളും ഉയർന്നു വന്നു. അതിനുശേഷം ധന്വന്തരി മഹർഷി അമൃതകുടവുമായി ഉയർന്നു വന്നു. ഈ അമൃത് സേവിച്ചാണ് ദേവന്മാർ അവരുടെ ജരാനരകൾ മാറ്റിയത്. ദേവന്മാരുടെ ജരാനരകൾ മാറ്റുവാനും അതുവഴി പ്രപഞ്ചം നിലനിർത്താനുമായി മഹാവിഷ്ണു സ്വീകരിച്ച രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മ അവതാരം.